എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഒരുപാട് നടന്നു. അപ്പം മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ഒരു ചാലിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് ചാടിയിട്ടൊക്കെയാണ് വന്നത്. അപ്പം ഞാനിവിടെ ഇവിടെ കൂടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത്. അപ്പോൾ അവർ പറഞ്ഞ അറിവ് വെച്ചിട്ട് ഞാൻ വന്നതാണ്. ടിപ്പു സുൽത്താൻ്റെ ഗുഹയാണോ ഒളിത്താവളമാണോ വിശ്രമകേന്ദ്രമാണോ അങ്ങനെയൊന്നും അറിയത്തില്ല ഇത് എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കാണിക്കാൻ വേണ്ടി മെനക്കെട്ട് വന്നത്. അപ്പോൾ ഇതെൻ്റെ വേക്കിൽ കാണുന്നുണ്ട്. ഇതുണ്ടോ, ഇത് കാണുമ്പോൾ നോർമൽ ഒരു പാറയാണ്, പക്ഷേ ഇത് ഗുഹയാണ് എന്നാണ് ഇവർ പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നടന്ന് ഞാൻ അവിടുന്ന് മടുത്ത് ഞാൻ ഏതൊക്കെയോ വഴി കൂടെ കയറി വന്നു. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ കൽപ്പറ്റ എത്തുന്നതിന് മുമ്പാണ് ഈ സ്ഥലം. കൈനാട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ ഉള്ളത്. അപ്പോൾ ഇവിടെ ഏതോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു. ഞാനൊരു ആൾക്കാരുടെ ഇടയിൽ കൂടി അവിടുന്ന് കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നടന്ന് വന്നിട്ടാണ് ഇവിടെ എത്തിയത് സ്ഥലത്തിനകത്ത്. ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ച വന്നു. നടന്ന് നല്ല മടുത്തു, ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒറ്റയടിക്ക് കാണുമ്പോൾ ഇതൊരു ഗുഹയാണ്, പക്ഷേ ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നാണ് പറയുന്നത്. ടിപ്പു സുൽത്താൻ വന്ന് ഒളിച്ച് താമസിച്ച സ്ഥലമാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഗ്രില്ല്, ഇതിൻ്റെ ഉള്ളിലൂടെ എങ്ങനെ കയറി നോക്കാം. സ്റ്റെപ്പൊക്കെ എല്ലാം കല്ല്, ഫുൾ ഒരു പാറയാണത്. ഈ ഫുൾ പാറയാണ് ഇങ്ങനെ സെറ്റപ്പാക്കി ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പാകം നമുക്കൊന്ന് കാണാം. എന്തായാലും ഇതിൻ്റെ ചുറ്റും നിങ്ങളൊന്ന് കണ്ടല്ലോ. ഇതിൻ്റെ മണ്ടേ കയറാൻ പേടിയാണ്, ചിലപ്പോൾ തെന്നി വീഴും, അതുകൊണ്ടാണ് കയറാത്തത്. ഇതാണ്ടോ ഇതിൻ്റെ ചുറ്റും ഗ്രില്ലുകൾ വെച്ച് അടച്ച്. ഇതുണ്ടോ പഴയ ഗ്രില്ല് കണ്ടോ, ഇതാണ് ഗ്രില്ലുകൾ. ഇത് വെച്ച് അടച്ച് സെറ്റപ്പാക്കി വെച്ചേക്കുവാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം. എന്തായാലും എന്താ പറയുക, കണ്ടു കഴിഞ്ഞാൽ അതാ ഒറ്റയടിക്ക് നോട്ടത്തിൽ വേറെ ഒന്നും തിരിയില്ല, കംപ്ലീറ്റ് ഒരു പാറ. അതിൻ്റെ ഉൾ സൈഡിലോട്ട് നമുക്കിത് കയറി വെക്കാം. ഇതിൻ്റെ സ്റ്റെപ്പൊക്കെ കണ്ടോ, സ്റ്റെപ്പൊക്കെ ഫുൾ കല്ലാണ്. ഒരു ഒറ്റ കല്ല് കൊണ്ട് പണിത സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്കൊന്ന് കയറി നോക്കാം. ഈ മഴ പെയ്തുകൊണ്ട് ഈ നിലം മൊത്തം എന്താ പറയുക വയലിൻ്റെ ഏരിയയും കൂടെ ആയതുകൊണ്ട് മൊത്തം ചെളിയാണ്. ഇവിടെ കുപ്പിയും കാര്യങ്ങളൊക്കെ ഇവിടെ ആൾക്കാർ വരാറുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ നല്ലൊരു അടിപൊളി സ്പേസ്. ഇങ്ങനെ നമുക്ക് വീഡിയോ ഒക്കെ എന്തോരം കാണുമെന്ന് എനിക്കറിയില്ല. കണ്ടോ ഉള്ളിലോട്ട് ഇങ്ങനെ ഇറങ്ങാൻ പറ്റും. നമുക്ക് ഇതിന് ഉള്ളിലോട്ട് ഒന്ന് ഇറങ്ങി നോക്കാം. അടിപൊളി. ഉള്ളിൽ മുഴക്കമാട്ടോ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. ഇതാണിപ്പം ഗുഹയുടെ ഒരു ഇതുണ്ടോ, അതാണ് ഗുഹയുടെ ഫ്രണ്ട് ഭാഗം. ഒരു പാറേൻ്റെ ഉള്ളിൽ തീർത്ത സംഭവമാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്കൊന്ന് കയറി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ കയറൽ ഇവിടെ ആൾക്കാർക്ക് വരാറുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറൽ നടക്കില്ല, ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റില്ല, നിറച്ച് ചെളിയാണ്, തെന്നി അടിച്ച് കിടക്കും ഞാൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് എന്താ പറയുക, ഹെവി ചെളി കേട്ടോ, തെന്നുവേ. ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് കാഴ്ച. അതുണ്ടോ മേലെ പാറയുടെ സൈഡ്, അതിൻ്റെ ഉള്ളിലൊരു റൂമുണ്ട്, ചെറിയ ബാത്റൂം സെറ്റപ്പൊക്കെ ആയിരിക്കും. പിന്നെ അതുണ്ടോ അവിടെ എന്താ പറയുക ഒരു കോൺക്രീറ്റ് ഇട്ട് വെച്ച പോലെ ഉണ്ട്. കോൺക്രീറ്റ് അത് ശരിക്കും പാറയാണ്. പിന്നെ ഇത് അവിടെ കടക്കാനുള്ള ഒരു സെറ്റപ്പ് പോലെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങാൻ പറ്റില്ല, നിറച്ച് ചെളിയാണ്, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഭയങ്കര മുഴക്കമാണ് അതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ ഒരു റൂമുണ്ട്. റൂമിലോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് എന്താ പറയുക അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഇതാണ് ഒരു മൊത്തത്തിലൊരു കാഴ്ച കാണാൻ നമുക്ക് പറ്റുന്നത്. കുനിഞ്ഞ് കയറണം കേട്ടോ ഇതിൻ്റെ ഉള്ളിലോട്ട്. പിന്നെ സൈഡിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഈ സൈഡിൽ ഇതുണ്ടോ പാറയാണിത്, ഫുൾ പാറ. ഈ സൈഡ് ഒരു വലിയ പാറ വെട്ടി സെറ്റപ്പാക്കി, അത് അന്നത്തെ കാലത്ത് നിർമ്മിതിയാണിത്. എത്രത്തോളം അടിപൊളിയായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം അതിനകത്ത്. അപ്പം എന്തായാലും ഈ ആൾക്കാരൊക്കെ കാണുന്ന എന്താ പറയുക ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ വേണ്ടി ഭയങ്കര താല്പര്യം ഉണ്ടാവും. അപ്പോൾ നേരിട്ട് വന്ന് കാണുക. ആണ് ഈ സ്ഥലം. ഇതിൻ്റെ ഉള്ളിലോട്ട് എനിക്ക് കയറാൻ പറ്റില്ല, കാരണം കയറി കഴിഞ്ഞാൽ തെന്നി അടിച്ച് അവിടെ കിടക്കും. അത്രേ ഉള്ളൂ, ആ റൂം അത്രേ ഉള്ളൂ. കാരണം അതിൻ്റെ ഉള്ളിൽ കിടക്കാനുള്ളൊരു സെറ്റപ്പ്, പിന്നെ അവിടെ ഒരു ചെറിയൊരു റൂം, അത് ബാത്റൂം സെറ്റപ്പ് അങ്ങനെ എന്തെങ്കിലുമായിരിക്കും. പിന്നെ എന്താ പറയുക ഇപ്പുറത്ത് എന്താ പറയുക ഇരുന്ന് വിശ്രമിക്കാനുള്ള അങ്ങനത്തെ എന്തൊരു ഏരിയ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് സ്ഥലം. അപ്പോൾ എല്ലാവരും വന്ന് സന്ദർശിക്കണം. അപ്പോൾ കുറച്ച് പാടാട്ടോ അവിടെ. എന്ന് വെച്ചാൽ കൽപ്പറ്റ കൈനാട്ടി എത്തുന്നതിന് മുമ്പ്, മാനന്തവാടി വരുമ്പോൾ കൈനാട്ടി എത്തുന്നതിന് മുമ്പ് ഒരു ക്ഷേത്രമുണ്ട്, ഒരു ജൈന ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റ് ഒരു റോഡ് കാണാം. ആ റോഡിൻ്റെ ഉള്ളിൽ കൂടി ഇറങ്ങി ലാസ്റ്റ് തീർന്നു കഴിയുമ്പം ഒരു മരത്തിൻ്റെ സൈഡിൽ കൂടി അവിടെയുള്ള ആൾക്കാരുണ്ടാവും, വീട്ടുകാരുണ്ടാവും, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അപ്പോൾ ആ സൈഡിൽ കൂടി ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും നന്ദി പറയുകയാണ്. അപ്പോൾ എല്ലാവരും വന്ന് സന്ദർശിക്കുക. നല്ലൊരു കാഴ്ചയാണിത്, കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. എന്താ പറയുക അത്രയും രസമുണ്ട് കാണാനത്. ഇത് വൃത്തിയാക്കി എടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക പുരാതന വസ്തു പോലെ നമ്മുടെ ഗവൺമെൻറ്റൊക്കെ സപ്പോർട്ട് ചെയ്തൊക്കെ നിലനിർത്തി പോവുകയാണെങ്കിൽ അടിപൊളി ഒരു കാര്യമായിരിക്കും. അപ്പോൾ എല്ലാവരും വന്ന് സന്ദർശിക്കണത്. അപ്പോൾ എല്ലാവരോടും നന്ദി പറയുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും നന്ദി.
മഴ പെയ്തപ്പം തിരക്കിന് ഓടി വന്നതാണ്. അപ്പം ഞാനിപ്പോൾ തിരിച്ചു പോകുന്നത് ശരിക്കുള്ള വഴി കൂടിയാണ്. ഇതിൽ കൂടി വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം, വഴി മാറിപ്പോയത്. കാരണം മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് കാട് നന്നായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് വരുന്ന ആൾക്കാർ പ്രത്യേകം സൂക്ഷിക്കണം. പിന്നെ വരുന്ന വഴി പോരുമുണ്ടല്ലോ, ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഒന്ന് പോയി സൂക്ഷിച്ച് പോകണം. ഇവിടെ ഒന്നും പോയി ചാടരുത്, മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ഞാൻ വന്ന വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര അവസ്ഥയാണ്. എല്ലാവരോടും പോകുന്ന വഴി സൂക്ഷിച്ച് ഇറങ്ങി പോകണതിനകത്ത് കൂടി മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. കണ്ടോ.